പറഞ്ഞതൊക്കെ ശരിയാണ്. ദേശം നല്ലതാണ്, അവിടെ താമസിക്കുന്നവര് വില്ലാളികളാണ്, വലിയവരാണ്, യോദ്ധാക്കളാണ്. നമ്മൾ അവരുടെ മുൻപിൽ അവരുടെ അത്രയും പൊക്കവും തടിയില്ലാത്തവരൊക്കെയാണ്, ശരിയാണ്. പക്ഷേ ചെങ്കടല് വിഭജിച്ച് ചെങ്കടലിന്റെ മധ്യേ കൂടെ വരണ്ടുണങ്ങിയ പാതയിലൂടെ കടന്നു വന്നത് നമ്മുടെ കഴിവ് കൊണ്ടാണോ? ഭക്ഷണമില്ലാതെ നമ്മൾ വിശന്ന് പൊരിഞ്ഞ് മരിക്കുമെന്ന അവസ്ഥയിൽ ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ചത് നമ്മുടെ കഴിവ് കൊണ്ടാണോ? പാറ പിളർന്ന് വെള്ളം കിട്ടിയത് നമ്മുടെ കഴിവ് കൊണ്ടാണോ? നമുക്കെല്ലാവർക്കും ഭക്ഷിക്കുന്നതിന് വേണ്ടി മാംസം കിട്ടിയത്, ശത്രുക്കളെ പരാജയപ്പെടുത്തിയത്, ഇതുവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തിയത് നമ്മുടെ കഴിവുകൊണ്ടാണോ? നമ്മുടെ കഴിവുകൊണ്ടാണോ ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മൾ മോചിതരായത്? അല്ല, നമ്മെ ഇതുവരെ നയിച്ചത് ദൈവമാണ്. ഇനി മുന്നോട്ട് ദൈവം തരാമെന്ന് പറഞ്ഞ ദേശത്ത് നമ്മെ ദൈവം എത്തിക്കും എന്ന് ജോഷുവയും കാലെബും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ബുദ്ധി കൊണ്ടുള്ള കണക്കല്ലത്. ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടിയാൽ ആദ്യം പറഞ്ഞവരാണ് ശരി. ഇത് ഹൃദയം കൊണ്ടുള്ള ഒരു കണക്കാണ്. അതുവരെ അനുഭവിച്ച സ്നേഹത്തെ, അതുവരെ അനുഭവിച്ച കരുതലിന്റെ വെളിച്ചത്തിൽ, വിശ്വാസത്തിന്റെ വെളിച്ചത്തിലുള്ള കണക്കാണത്. അതിനെയാണ് പ്രിയപ്പെട്ടവരെ മനസ്സിന്റെ ഇരുണ്ട രാത്രി എന്ന് പറയുന്നത്. ബുദ്ധിയുടെ ഇരുണ്ട രാത്രിയാണ്. ബുദ്ധിക്കിത് മനസ്സിലാകുന്നില്ല. കാരണം വചനം പറയാണ്, അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു.